1.5 വർഷം മുമ്പ് UAE-യിലെ അജ്മാനിലേക്ക് പോയ പാലക്കാട് സ്വദേശി സക്കീർ ഹുസൈൻ ചെന്നതിന്റെ 3 മാസത്തോളം ഒരു ജലവിതരണ കമ്പനിയിലാണ് ജോലി ചെയ്തിരുന്നത്. എന്നാൽ വിസ മാറ്റുവാനായി തിരികെ നാട്ടിൽ വന്നതിന് ശേഷം തിരികെ അജ്മാനിലേക്ക് പോയ സക്കീർ ഹുസൈനെ കുറിച്ച് ഇന്ന് വീട്ടുകാർക്കോ നാട്ടുകാർക്കോ യാതൊരു വിവരവും തന്നെയില്ല. ഭാര്യ സഹോദരൻ ഷമീർ നാട്ടിലുണ്ടായിരുന്നുവെങ്കിലും അജ്മാനിൽ പോയിട്ട് അളിയനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഷമീർ പറയുന്നത്. ഇന്ന് സക്കീർ ഹുസൈന്റെ ഭാര്യയും 2 കുഞ്ഞുങ്ങളും ഷമീറുമാണ് പ്രവാസ ലോകത്തിലെത്തിയിരിക്കുന്നത് നമ്മളോടൊപ്പം. സക്കീർ ഹുസൈനെ കുറിച്ച് ഇവരോട് തന്നെ ചോദിച്ചറിയാം കൂടുതൽ ഡീറ്റെയിൽസ്. ആദ്യം പോയതാണോ? അതിന് മുമ്പ് പോയില്ലേ? വിവാഹത്തിന് മുമ്പ് പോയിട്ടില്ല, നാട്ടിൽ തന്നെ ആയിരുന്നു. വിവാഹത്തിന് ശേഷം ആദ്യം പോകണതാണോ? അതെ. തീരെ പോയിട്ടില്ല? ഇല്ല, പോയിട്ടില്ല. എന്ത് ജോലിക്കാരനാണ് സക്കീർ ഹുസൈൻ? സെയിൽസ്മാനായിട്ട് വർക്ക് ചെയ്യായിരുന്നു. എവിടെ? നാട്ടിലും സെയിൽസ് ലൈനിൽ വർക്ക് ചെയ്തിരുന്നു. ഒലവക്കോട്. പഠിച്ചുള്ള ആളാ? പഠിച്ചുള്ള ആളാ. എത്ര പേരെ പഠിച്ചത്? PDC. അവിടെ ജോലി ഇവിടെ നാട്ടിൽ ജോലി ചെയ്തിരുന്നു. അപ്പോഴാണ് വിസിറ്റ് വിസ കിട്ടി പോയി 3 മാസം അവിടെ ഒരു ജലവിതരണ കമ്പനിയിൽ ജോലി ചെയ്തു. പിന്നെ അവിടെ വിസ എടുത്തിട്ട് ഇങ്ങോട്ട് വന്നു അല്ലേ? അതെ അതെ. എന്നിട്ട് വിസ ആയിട്ട് പുതിയ വിസ പിന്നെ റെസിഡൻസ് വിസ ആയിട്ട് UAE-ലെത്തി. റെസിഡൻസി വിസയ്ക്കല്ല ആള് പോയിട്ടുള്ളത്, വിസിറ്റിങ്ങിനെ വീണ്ടും പോയിട്ടുള്ളത്. വീണ്ടും വിസിറ്റിനാണോ പോയി? അതെ അതെ. എന്നിട്ട് അതിനുശേഷം 3 മാസത്തോളം കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു. ഇല്ല, ഞാനവിടെ വർക്ക് ചെയ്യുന്ന ആളാണ്. ഒരിക്കൽ ഞങ്ങൾ അവിടെ നിന്ന് കണ്ടിട്ടുണ്ട്. ആളുടെ കമ്പനിയുടെ പേരൊന്നും വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ലായിരുന്നു. ഒരു മാളിന്റെ മുമ്പിൽ വെച്ചാണ് ഞങ്ങൾ മീറ്റ് ചെയ്തത്. അതിനുശേഷം ഖദീജയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. എന്തായാലും കാരണം എന്നാലും വല്ല അസുഖം ഉണ്ടാ നമ്മൾ തമ്മിൽ? ഒന്നുമില്ല, നിങ്ങൾ അറിവിലൊന്നുമില്ല. ഇയാളെ ആളെങ്ങനെ ഇതൊരു കുഴപ്പമുള്ള പോലെ ഉണ്ടല്ലോ അല്ലെങ്കിൽ പോയാലിപ്പോ 3 മാസത്തെ ഇതിന് പോയിട്ട് പറ. ആള് അങ്ങനത്തെ പ്രശ്നക്കാരനൊന്നുമല്ല, എല്ലാവരും നല്ല. അല്ല, അവർക്ക് എന്താ പ്രശ്നമാണോ? പിന്നെ കുടുംബം നോക്കണ ആളായി കാച്ചൊക്കെ തരുമായിരുന്നു. ഇവിടെ നോക്കുമ്പോഴും നല്ല നിലയുള്ള പെരുമാറ്റമായിരുന്നു. ഈ ഇതിന് ശേഷം ഈ കാണാതായിട്ട് ഇപ്പൊ 1 വർഷം 4 മാസമായില്ലേ? അതിന് ശേഷം നിങ്ങൾ ആരും അന്വേഷിച്ചില്ല? ഇയാൾ എവിടേക്ക് പോയി അറിയില്ല? ഒരു വിവരവും ഇല്ല? ഒരു സുഹൃത്തും കണ്ടതില്ല? ഇല്ല. ഞങ്ങളവിടെ പോയി അന്വേഷിച്ചു. അപ്പോ ഞങ്ങള് ആളെ സക്കീറിനെ കണ്ട ആ സ്ഥലത്ത് പോയിട്ട് അവിടെ ചുറ്റുവട്ടത്തെല്ലാം ഞങ്ങൾ അന്വേഷിച്ചു, ഫോട്ടോ എല്ലാം കൊടുത്തിട്ട്. ആരും കണ്ടതായിട്ടുള്ള ഒരു വിവരം ആരും പറഞ്ഞില്ല. പരാതി കൊടുത്തിട്ടില്ല? എംബസിയിൽ പരാതി കൊടുത്തില്ല. നിങ്ങൾ എംബസിയിലേക്ക് ഒരു പരാതി കൊടുക്കണം, പാസ്പോർട്ട് നമ്പറൊക്കെ വെച്ചിട്ട്. ഞങ്ങൾ കാലാവധി കഴിഞ്ഞ പാസ്പോർട്ടാണ് ഉള്ളത്, പുതിയ പാസ്പോർട്ട്. അതൊന്നും കുഴപ്പമില്ല, അതൊക്കെ നിങ്ങൾ അപേക്ഷ കൊടുത്താൽ ഞങ്ങൾ ഉറപ്പായിട്ട് ഇതിൽ പ്രക്ഷേപണം ചെയ്താൽ കിട്ടും, യാതൊരു സംശയമില്ല. ഓക്കെ സാർ. കാരണം UAE ആയ കാരണം ബുദ്ധിമുട്ടുണ്ടാവും, വഴി കുറവാണ്. സെയിൽസ്മാൻ അല്ലേ, ഭാഷയൊക്കെ അറിയണ ഒരാളാവും അല്ലേ? ഇംഗ്ലീഷൊക്കെ അത്യാവശ്യത്തിനൊക്കെ അറിയാവുന്ന ഒരാളായിരുന്നു. അതെ. 2 മക്കളാ അല്ലേ? നിങ്ങളൊരു ആങ്ങളെ മാത്രമേ ഉള്ളൂ? അല്ല, വേറെ 2 പേരുണ്ട്. 2 പേര് നിങ്ങളുടെ കൂടെയാണ് അപ്പോൾ? ആ ഭർത്താവിൻ്റെ വീട്ടിലോ? അതെ, ഇപ്പം ഞങ്ങൾ വീട്ടിലുള്ള. ഭർത്താവിന് ആരൊക്കെ ഉണ്ട്? ഏട്ടുണ്ട്? 4 ഏട്ടന്മാരുണ്ട്. 4 ഏട്ടന്മാർ? 2 പെങ്ങന്മാര്. ഉപ്പ ഇല്ല. നിങ്ങളിപ്പോ അവിടെ പോയി നിൽക്കാറില്ല? ഇല്ല, നിൽക്കാറില്ല. എനിക്ക് കല്യാണം കഴിച്ച് പറഞ്ഞേക്കുമ്പോള് എന്റെ വീട്ടുകാരെന്നെ വീടും ഒക്കെ എടുത്തു തന്നിരുന്നു. വീടും പറമ്പൊക്കെ എടുത്തു തന്നിരുന്നു. ആരെ? നിങ്ങളെ വീട്ടുകാരാ? അവിടെയാണ് ഞങ്ങൾ താമസിക്കുന്നത്? അല്ല, അതിപ്പോ ഇക്കാക്ക് കട ഉണ്ടെന്ന് പറഞ്ഞിട്ട് വിറ്റിട്ട് പൈസ കൊടുത്ത് ഞാൻ സഹായിച്ച് ഭർത്താവിനെ. എന്ത്? വീട് വിറ്റ്. ഭർത്താവിന് കട ഉണ്ടെന്ന് പറഞ്ഞിട്ട് പറമ്പും വീടും വിറ്റു അല്ലേ? അത് മുഴുവൻ കൊടുത്താ അദ്ദേഹത്തിന്? എങ്ങനെ കടം വന്നത് അദ്ദേഹത്തിന്? അതെങ്ങനെ കടം വന്നെന്ന് വെച്ചാല് വീട് പണി ചെയ്യാൻ വേണ്ടിയിട്ടാണ് വാങ്ങിയത് പറഞ്ഞ എന്നോട്. അത് മാത്രമേ എന്നോട് പറഞ്ഞിട്ടുള്ളൂ. ഇപ്പൊ വീടും ഇല്ല, ഒന്നുമില്ല. ആയിരിക്കും മൂപ്പര് വരാത്തത്. എന്റെ പണ്ട ഫോണിലെടുത്ത് മാറാറതി എടുത്ത് മാറാറതി അവര് എടുത്ത് വിറ്റ്. ഇവിടെ സ്വർണം മുഴുവൻ ആള് വിറ്റെന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ പറഞ്ഞാലൊക്കെ ചെറിയ മിസ്റ്റേക്സ് ഉണ്ട്. നിങ്ങൾ ആദ്യം പറഞ്ഞതും ഇപ്പൊ പറയുന്നതും കൂടി ഘടക വിരുദ്ധമാണ്. ആൾക്ക് കട ഉണ്ടെന്ന് പറയുന്നുണ്ട്. നിങ്ങൾ എന്നോട് പറഞ്ഞത് ആദ്യം പറഞ്ഞതെന്ന് വെച്ചാൽ ഞാൻ അത് ചോദിച്ചു,
എനിക്ക് ഉന്നം തെറ്റിയ ഒരാളാണെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ആ ഉന്നം തെറ്റിയ ചിലപ്പോൾ വീട് പണിയിൽ കടം മേടിച്ചതാവും, എന്താവും, അത് വേറെ വിഷയം. പക്ഷെ എന്തോ പ്രശ്നമുണ്ട് അയാൾക്ക്, അതാണ് അയാൾ വരാത്തത്. അയാൾക്ക് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ വീടും പറമ്പും അയാൾ വിറ്റു, നിങ്ങളെ വീട്ടുകാർ തന്നെ മഹാറടക്കെടുത്ത് വിറ്റു. അല്ല, മഹാറടക്കം വിറ്റു, അല്ല എല്ലാം വിറ്റു. ഈ ഒരു അവസ്ഥയിൽ നാട്ടിലേക്ക് വരുന്നതിൽ അർത്ഥമില്ലാന്ന് തോന്നിയിട്ടുണ്ടാവും, ജോലി ശരിയായി ഉണ്ടാവില്ല. അപ്പം അതിൽ അയാളൊരു എനിക്ക് തോന്നുന്നു ഒരു അജ്ഞാതവാസം പോലെ, ആരും അറിയാത്ത എവിടെയെങ്കിലും ചെറിയ ജോലി എന്തെങ്കിലുമായിട്ട് കടമൊക്കെ ആയിട്ട്. പക്ഷേ പുള്ളി കടം വരുന്നത് നാച്ചുറലാണ്. ആവശ്യത്തിൽ കൂടുതൽ ധൈര്യവും കടം വാങ്ങാനുള്ളൊരിതും അത് തിരിച്ചു കൊടുക്കാൻ പറ്റാത്താവുമ്പോൾ ഉണ്ടാവുന്ന അങ്കലാപ്പിലൊക്കെയാണ് പെട്ടുണ്ടാവും. ആളൊരു ചീത്ത ആളായിക്കൊള്ളുന്നില്ല. എന്തോ ചെറിയ, അതായത് ഒരു കാര്യം ചെയ്യുമ്പോൾ അത് കറക്റ്റായിട്ട് ആലോചിച്ചിട്ടല്ല ചെയ്യുന്നത്, എടുത്തുചാട്ടം പോലെയാണ് ചെയ്തത്. വീടുണ്ടാക്കിയതൊക്കെ അങ്ങനെ ആയിരിക്കും. ലോൺ എടുത്തിട്ട് വീടുണ്ടാക്കി അല്ലേ? അതിൽ കടം ഉണ്ടായിരുന്നില്ല, പിന്നെ എങ്ങനെ കടം വന്ന്? ഇത്രയും വലിയ സംഖ്യ കടം വരുന്ന എങ്ങനെ? ഇവിടെ അയാൾക്ക് ബിസിനസ് ഒന്നും ചെയ്തല്ലോ, ഇയാള് ബിസിനസ് ചെയ്തല്ലോ, പിന്നെ അതിനയാൾക്ക് കടം വന്ന്? കുറച്ച് മെയിൻ്റെനൻസ് വർക്ക് ഉണ്ടായിരുന്നു വീട്ടില്, അതിനൊക്കെ എത്ര കാശ് കൊടുക്കും? അതിന് മദ്യപിക്കോ? വേറെന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ തുറന്നു പറയണം. ഇയാൾക്ക് എന്തോ കുഴപ്പമുണ്ട്. നിങ്ങൾ എന്തൊക്കെ വിളിക്കുന്നുണ്ട് അയാളെ കുറിച്ച്? ഖദീജയ്ക്ക് പറയാനുള്ളത് സക്കീറിനെ കുറിച്ച്. ഖദീജ പറയുന്നത് ഖദീജയ്ക്ക് മുഴുവൻ പറയാൻ പറ്റില്ലായിരിക്കും. ഞാൻ അപ്പോൾ അത് മുഴുവൻ ഞാൻ പറഞ്ഞ് ഇങ്ങനെ ചകഞ്ഞ് അത് പറയിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഒത്തുപോകാവുന്ന 2 ചെറിയ മക്കളുള്ള ഒരാൾ തിരിച്ചു വരലാണ് നമ്മൾ ആവശ്യം. അതുകൊണ്ട് ഞാനിപ്പോൾ അതിലേക്ക് പോകുന്നില്ല. എന്തായാലും എവിടെയോ ചില സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇയാളുടെ ജീവിതത്തിലുണ്ട്. അത് നിങ്ങൾ അംഗീകരിച്ചേ പറ്റുള്ളൂ. മനസ്സിലായില്ലേ? ആ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എന്താണെന്നുള്ളത് നിങ്ങൾക്കും അറിയാം, അദ്ദേഹത്തിനും അറിയാം. അതുതന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഈ അജ്ഞാതവാസത്തിൻ്റെ കാരണം എന്നാണെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും എല്ലാം കഴിഞ്ഞതെല്ലാം കഴിഞ്ഞ് സക്കീർ, നിങ്ങൾ തിരുത്താൻ സന്നദ്ധനാവണം. നിങ്ങൾ പുനരാലോചനയ്ക്ക് തയ്യാറാകണം. നിങ്ങളെ മക്കളെ കാണാൻ തയ്യാറാകണം. പ്രവാസ ലോകത്തിൻ്റെ പ്രവർത്തകർ, അജ്മാനിലുള്ള ആളുകൾ, അതുപോലെ ദുബായിലോ എവിടെയാണ് സക്കീർ ഹുസൈനെ കണ്ടെത്തുക എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ പറഞ്ഞ് കാര്യങ്ങൾ മനസ്സിലാക്കി കുടുംബവുമായി അടുപ്പിക്കാനുള്ള സഹായങ്ങൾ ഉണ്ടാവണം. സക്കീറിനോട് എനിക്ക് പറയാനുള്ളത്, ഇനി ഒളിച്ചിരിക്കേണ്ട സക്കീറെ. കാര്യങ്ങൾ, നിങ്ങളുടെ കാലം മാറുന്നു, നിങ്ങളുടെ ജീവിതം മാറാൻ പോകുന്നു. ഈ ഒരു ടെലിവിഷൻ ഷോയിലൂടെ നിങ്ങളുടെ ജീവിതം ചിലപ്പോൾ ഒരു പുനർവിചാരണത്തിന് അല്ലെങ്കിൽ പുനർചിന്തയ്ക്ക് വിധേയമാക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാറുള്ളത്. നിങ്ങൾ തിരിച്ചു വരണം. നിങ്ങളുടെ കുടുംബത്തോടൊപ്പം നിങ്ങൾ ജീവിക്കാൻ തയ്യാറാണ്. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാവും. ഒളിച്ചോട്ടമല്ല പരിഹാരം. നേർക്ക് നേർന്ന് നേരിടലാണ് ജീവിതം എന്ന് നമ്മൾ പലരിൽ നിന്നും മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ കുടുംബത്തെ നിങ്ങൾ തിരിച്ചു വരുമെന്നുള്ള ഉറപ്പോടുകൂടി അയക്കും.